സർജിക്കൽ സ്ട്രൈക്കിന് CPM നേതൃത്വത്തോട് ഒരു കാര്യം പറയാനുണ്ട്. നോക്കൂ, നമുക്കറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു കേട്ടോ ഈ മാജിക് ഷോ എന്ന് പറയുന്നത്. ഈ മാജിക്കുകാരൻ വന്ന് ആയിരക്കണക്കിന് കാണികളെയാണ് പറ്റിക്കുക. അത് യഥാർത്ഥത്തിൽ ഒരു കൺകെട്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും നമ്മൾ അത് കൈയടിക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കാരണം എന്താണ്? മാജിക് ഒരു കലയാണ്, അതിനൊരു കൈയടക്കമുണ്ട്. ആ വൈദഗ്ധ്യത്തിലൂടെയാണ് നമ്മളെയൊക്കെ ഈ കലാകാരൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറ്റിക്കപ്പെട്ടാലും സാരമില്ല, ഇയാളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓരോ കാണിയും ഈ മജീഷിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഉത്സവ പറമ്പുകളിൽ നിന്ന് മാജിക് ഷോ ഒക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്താ കാര്യം? ഭൂരിഭാഗം മാജിക്കുകളുടെയും ഉള്ളടക്കവും ഉള്ളുകളികളും ഇന്നിപ്പോൾ പ്രേക്ഷകർക്കറിയാം. ആ സമയത്താണ് ഈ പറയുന്ന 10-15 വർഷം പഴക്കമുള്ള ചെപ്പടി വിദ്യയുമായിട്ട് ആളുകളെ പറ്റിക്കാനായിട്ട് CPM-ന്റെ നേതൃത്വം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, CPM-ന്റെ നേതൃത്വത്തിൽ, LDF-ന്റെ നേതൃത്വത്തിൽ 3 സുപ്രധാനമായ ജാഥകളാണ് കേട്ടോ കേരളത്തിൽ നടന്നത്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകിയ വികസന മുന്നേറ്റ ജാഥ, അതുപോലെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതൃത്വം കൊടുത്ത ജാഥ, അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യ കേരള ജാഥ. ഈ ജാഥകളൊന്നും കേരളത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല, ഒരു ഇളക്കവും ഉണ്ടാക്കിയില്ല എന്ന് വിലയിരുത്തിയിരിക്കുന്നത് CPM ആണ്, LDF ആണ്. ആ സമയത്താണ് കേട്ടോ മറുവശത്ത് ഈ പറയുന്ന VD സതീശന്റെ പൊതുയുഗയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കുന്നത് CPM-ന്റെ നേതാക്കളാണ്, CPM നേതൃത്വമാണ്. കാരണം എല്ലാ ദിവസവും അവർ VD സതീശനെതിരായിട്ട് ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ നടക്കുന്ന ജാഥ നുണപ്രചാരണ ജാഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ആ ആരോപണങ്ങളെയൊക്കെ VD സതീശൻ ഖണ്ഡിക്കുന്നു. അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യം ആ ജാഥയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് CPM-ന് വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CPM നേതൃത്വത്തിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ സ്വന്തം ജാഥയെ സ്വയം തന്നെ പൊളിച്ചൊരു ചരിത്രമുണ്ട് CPM-ന്. ഇപ്പൊ ഏറെക്കുറെ സമാനമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. വീണ ജോർജിനെ ICU-ലേക്ക് കയറ്റിയിട്ടൊരു ഡ്രാമ കളിക്കുകയാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലൊരു ഡ്രാമയ്ക്ക് നിർബന്ധിതമായത്? നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിച്ഛായ പ്രശ്നമാണ് ഈ സംസ്ഥാന സർക്കാരിന് ആരോഗ്യ മേഖല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കത്രി കണ്ടെടുത്തു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കോട്ടൺ തുണി കണ്ടെടുത്തു. ചികിത്സാ പിഴവ് കൊണ്ട് ആളുകൾ മരിക്കുന്നു, ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുന്നു. കാരുണ്യ പദ്ധതി വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, ആർദ്രം പദ്ധതി വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, ആരോഗ്യ കിരണം പദ്ധതി നിലച്ച സാഹചര്യത്തിലാണ്. നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ആയുസിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. അതുകൊണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് സർക്കാരിന് വലിയ പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഉടൻ തന്നെ ഈ പറയുന്ന വീണ ജോർജിന് കഴുത്തുവേദന അനുഭവപ്പെട്ടതായ ഒരു നാടകം സൃഷ്ടിക്കുന്നു. തൊട്ടു പിന്നാലെ മെഡിക്കൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നു. നാളെ ഇനിയിപ്പോൾ എന്താണ് വരാനിരിക്കുന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് എന്നും നമുക്കറിയില്ല. ഗുരുതരമായ രോഗത്തിന് അടിപ്പെട്ടിരിക്കുകയാണ് വീണ ജോർജ് എന്നാണ് ഏതായാലും ഇപ്പോഴത്തെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. നോക്കൂ, കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്, അവർ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്, അവർ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നവരാണ്. ആ നിരീക്ഷണത്തിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉത്തമ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. ആ ജനതയുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകരുത്. തുടർച്ചയായിട്ട് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ്. അത് അവസാനിപ്പിക്കണം. ഇപ്പോൾ ആരോഗ്യ മേഖല ICU-വിലാണെങ്കിൽ ആരോഗ്യമന്ത്രി തന്നെ ICU-വിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ